ഉപാധികളില്ലാതെ മനുഷ്യന്മാരെ സ്വീകരിക്കാൻ പറ്റണം. തെറ്റൊക്കെ സംഭവിക്കും, പക്ഷെ ആ തെറ്റിന്റെ പുറകിലൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഒരു ഡെവിൾ നമ്മളെയൊക്കെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഈ ഡെവിളിനെ സയന്റിഫിക്കലി നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട് എന്ന് പറയാം, സ്പിരിച്വലി ഞാൻ പറയും ഡെവിൾ എന്ന്. ഒരു കോടതിയിൽ ഒരു അച്ഛൻ നിൽക്കുകയാണ്. അച്ഛൻ്റെ മകനെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വേറൊരാളെ കുത്തിക്കൊന്നു, കള്ളുപിടിച്ചിട്ടാ. ഈ അച്ഛൻ കോർട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ജഡ്ജി വിധി പറയാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് മരിച്ച മനുഷ്യന്റെ അച്ഛനെ കോടതി വിചാരണയ്ക്ക് വിളിക്കാം. അപ്പൊ ഈ അച്ഛൻ വന്ന് കോടതിയിൽ പറയാ, ഒരുപക്ഷെ എൻ്റെ മോൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ മനുഷ്യനെ എൻ്റെ മോൻ പൊരുത്തപ്പെട്ടു കൊടുത്തേനെ. അതുകൊണ്ട് ഞാൻ എൻ്റെ മോനെ കൊന്ന ഇയാൾക്ക് പൊരുത്തം കൊടുക്കാം. സാരമില്ല, എനിക്ക് ദേഷ്യം ഇയാളോടല്ല, ഇയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചൊരു പിശാചുണ്ട്. അയാളെ കൊണ്ട് ആ ചിന്ത ചിന്തിപ്പിച്ച ഒരു പിശാചില്ലേ, അങ്ങനെ ഒരു പിശാചുണ്ട്. മൈ ആങ്കർ ഈസ് ടുവേർഡ്സ് ദ ഡെവിൾ. എൻ്റെ ദേഷ്യം ഈ ഡെവിളിനോടാണ്, ഈ മനുഷ്യനോടല്ല. അതുകൊണ്ട് ഈ മനുഷ്യനെ വെറുതെ വിടണം എന്ന് പറഞ്ഞപ്പോ ആ കൊന്ന ആള് അയാൾ പൊട്ടിക്കരയ. എത്ര വർഷം അയാൾ ആ ജയിലിൽ കിടന്ന അയാൾക്ക് കരയാൻ പറ്റും? ഞാൻ ചോദിക്കാം, നമ്മൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു തെറ്റ് ചെയ്ത മനുഷ്യന് അയാളുടെ തെറ്റ് തിരിച്ചറിയാൻ ചിലപ്പോൾ ജീവപര്യന്തം കൊടുത്താലും തൂക്കിക്കൊന്നാലും അയാൾ കരയൂല. പക്ഷെ ഇവിടെ ഒരു അച്ഛൻ എൻ്റെ മകനെ കൊന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി ഞാൻ നിനക്ക് പൊരുത്തപ്പെട്ടടാന്ന് പറഞ്ഞപ്പോ ഈ മനുഷ്യന് പിന്നെ താങ്ങാൻ പറ്റുന്നില്ല. ആ മനുഷ്യൻ പിന്നീട് ട്രാൻസ്ഫോം ആവാണ്. ഉപാധികളില്ലാതെ